ചേട്ടൻ്റെ ഈ പാട്ട് ഒരുപക്ഷെ 20 വർഷം മുമ്പ് 10 വർഷം മുമ്പ് പാടിയാൽ അപ്പോൾ ഉണ്ടാകുമായിരുന്ന ആ ശബ്ദവിന്യാസം തന്നെയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ചില ആൾക്കാർ പറഞ്ഞത് ജയേട്ടന് സപ്തതിയും ഒരുപക്ഷെ ഈ പറഞ്ഞ ഷഷ്ടിപൂർത്തിയും സപ്തതിയും ഒക്കെ വന്നേക്കാം, പക്ഷേ ശബ്ദത്തിന് പ്രായമാകുന്നില്ല എന്ന് ഞാനൊന്നും ഓർക്കാറില്ല. ഇതാ ഒരാളത് പറഞ്ഞ ഒരാൾ തന്നെയാണ്, വളരെ വേണ്ടപ്പെട്ട ഓരോരുത്തരെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാറ്. ഞാൻ അറേഞ്ച് ചെയ്തില്ല, ഇത് വന്നപ്പോൾ സന്ദർഭവശാൽ അദ്ദേഹത്തിന് ഇവിടെ ഇപ്പോൾ വരണമെന്ന് ആഗ്രഹം. ആരടവൻ എന്ന് പറഞ്ഞൊരു ഗാനം ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഞാൻ കമ്പോസ് ചെയ്ത് കഴിഞ്ഞ ശേഷം പോലും ആരിപ്പോൾ ആ പാട്ട് കേട്ടാലും ആദ്യം ആലോചിക്കുന്നത് എൻ്റെ കമ്പോസറെയല്ല, എൻ്റെ സിംഗറാണ് ആദ്യം എല്ലാവരും ആലോചിക്കുക. അതായത് എല്ലാവരും മനസ്സിലോട്ടും വരുന്നൊരു മുഖം ജയേട്ടൻ്റെയും വാണി ജയറാമമ്മയുടെയും ആ ഒരു പാട്ടായിട്ടാണ് അത് അറിയപ്പെടുന്നത്. അതൊരു എന്താ പറയുക, എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അങ്ങനെ ഒരു ഒലഞ്ഞാലിക്കുരു എന്ന് പറഞ്ഞ ഗാനത്തിൽ ജയേട്ടനെ പോലൊരു നമ്മുടെ എല്ലാവരെയും ഭാവഗായകനെ ഉപയോഗിക്കാൻ കഴിഞ്ഞത്. സോ ചേട്ടൻ എങ്ങനെയാണ് വോയിസ് ഇങ്ങനെ യങ്ങായിട്ട്, ഇപ്പോൾ പോലും ഒരു 10-18 വയസ്സുള്ളൊരു ഹീറോ ആണ് വരുന്നതെങ്കിൽ പോലും ചേട്ടൻ്റെ വോയിസ് എനിക്ക് ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത്. അത്രയും കോൺഫിഡൻസ് ആണ് എന്നെപ്പോലുള്ള കമ്പോസേഴ്സിന്. സോ അദ്ദേഹത്തിൻ്റെ ജയേട്ടൻ്റെ ഏറ്റവും എന്താ പറയുക, ഇതിൻ്റെ സീക്രട്ട് എന്താണ്, ഈ വോയിസ് ഇങ്ങനെ ഇപ്പോഴും ആ ഒരു യൂത്ത് നിലനിർത്താനുള്ള ഒരു റീസൺ എന്താണ്? എൻ്റെ ഗോപിസുന്ദരൻ ഞാനും ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഈ സീക്രട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എൻ്റെ മനസ്സിൽ ഞാൻ അഫ്കോഴ്സ് പ്രേമം പ്രണയം എന്ന് പറയില്ല, അതിങ്ങനെ വിങ്ങി നിൽക്കുകയാണ്. നിൽക്കുക. അപ്പം അത് അതല്ല, പക്ഷെ അത് ഈ പാട്ടിനകത്ത് കൂടെ ഞാനത് അപ്ലൈ ചെയ്യും. പാട്ട് വരുമ്പോൾ ഇങ്ങനൊരു പാട്ട് ഞാൻ ചോദിക്കും, ദുഃഖഗാനമാണോ പ്രണയഗാനമാണോ? പ്രണയം എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ മാക്സിമം അതിനകത്തൊക്കെ അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യാൻ നോക്കും, ശ്രമിക്കാൻ നോക്കും. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നേ, അങ്ങനെയല്ല ഞാൻ പഠിക്കുന്നത്. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റ്, പ്രേമം അങ്ങനെ കൊണ്ടുവരാൻ നോക്കുക. ഒരുപാട് അത് പ്രേമം വന്ന ഓവർഫ്ലോ ചെയ്യാണ്. അതൊരു ടെക്നിക്കാണ് ചിത്രത്തിൽ, ടെക്നിക്ക്, അതായത് ഒരു ടെക്നിക്കാണ്. അപ്പോൾ എൻ്റെ അനിയൻ ചോദിച്ചു ദുബായിൽ, എടോ താൻ ഇത് വല്ലാണ്ടൊരു ആർട്ടിഫിഷ്യലിലൊക്കെ കൊടുത്തിട്ടുണ്ടോ? അത് ഞാൻ പറഞ്ഞു അത് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞിട്ടാ കുറച്ച് റൊമാൻറ്റിക് ആയിക്കോട്ടെ ചേട്ടാ. അപ്പോൾ ശരി, അങ്ങനെ റൊമാൻറ്റിക് ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാ, പക്ഷെ അത് രക്ഷപ്പെട്ടു, എന്തോ ഭാഗ്യം കൊണ്ട്. നിങ്ങളെങ്ങനെ ഇത്രയും ചെറുപ്പമായിട്ട് പറഞ്ഞു? ഞാൻ പറഞ്ഞു ചെറുപ്പമായതുകൊണ്ട്. ആരാ എനിക്ക് വയസ്സായെന്ന് പറഞ്ഞേ? മനസ്സിൻ്റെ ആണ്. അതാ കറക്റ്റ്, അതാണ് മനസ്സിൻ്റെ അവസ്ഥ, അതാണ് കറക്റ്റ്. ചേട്ടാ ആ പാട്ടൊന്നും പഠിക്കുന്നില്ല, അത് നമ്മുടെ വേഴ്സ് മുഴുവൻ ഓർമ്മയില്ല. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ, ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ, കൂട്ടുകൂടി കിണുങ്ങി പീലി മെല്ലെ തഴുകി, നറുചെരി 4 മണിപ്പൂവ് പോൽ വിരിഞ്ഞുവോ, ചെറുമഷി നീട്ടി വന്നെടുത്തു നിന്നു മണിമധുരം നിറയും തലയിൽ അലലിലോ, ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ കൂട്ട്. അതാട്ടെ കൂന്നൊക്കെ ചില പറയണില്ലേ, അങ്ങനെ ടെക്നിക്ക് അടിച്ചു നോക്കിയതാ, അങ്ങനെ ഏറ്റു ഇത്ര പറയാ. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ, കൂട്ടുകൂടി കിണുങ്ങി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റ്, അങ്ങനെയൊക്കെ ചുമ്മാ ഒരു കാറ്റ് വരുത്തി നോക്കി, അത് രക്ഷപ്പെട്ടു, എന്തോ ഭാഗ്യം കൊണ്ട്.